ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അനൂപ്. തമിഴ്നാട്ടിലുള്ള എൻ്റെ വലിയച്ഛൻ്റെ 15 വയസ്സുള്ള മോളും ഞാനും തമ്മിലുള്ള കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, നമ്മൾ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇടുന്ന കഥകളെല്ലാം കുറെ കൂടി ഓപ്പണായി പച്ചയ്ക്ക് എല്ലാം പറയുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. കഥയിലേക്ക് വരാം. എൻ്റെ വല്യച്ഛൻ്റെ വീട് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ്. അവിടേക്ക് വണ്ടി സൗകര്യങ്ങളെല്ലാം കുറവാണ്. അതുകൊണ്ട് ഞങ്ങളവിടെ പോയിട്ടൊക്കെ കുറേ നാളുകളായി. വലിയച്ഛൻ പുതിയ വീട് വെച്ചു. ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അവിടേക്ക് കയറി താമസിക്കാൻ പോവാണ്. ഞങ്ങളോട് കുറച്ച് ദിവസം നേരത്തെ വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു 15-ാം തീയതി അവിടേക്ക് പോയി. ആ മാസം 30-നാണ് അവിടെ കയറി താമസിക്കുന്നത്. വലിയച്ഛന് തുണികളുടെ ഹോൾസെയിൽ ബിസിനസ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ. വല്യച്ഛന് ഒരു മോനും കൂടെയുണ്ട്, 18 വയസ്സ്. എനിക്കും അവനും ഒരേ പ്രായമാണ്. പേര് സുഭാഷ്. അങ്ങനെ ഞങ്ങൾ വല്യച്ഛൻ്റെ വീട്ടിലെത്തി. ബസ് ഇറങ്ങി കുറേ ദൂരം ഇടവഴികളിലൂടെ നടന്നു വേണം വീട്ടിലെത്താൻ. ഞങ്ങൾ ചെന്നത് വല്യമ്മയ്ക്ക് വലിയ സന്തോഷമായി. വഴി മോശമായ കാരണം ബന്ധുക്കളൊന്നും അവിടേക്ക് അങ്ങനെ ചെല്ലാറില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ വല്യമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്യച്ഛൻ വരാൻ ഒരാഴ്ച കഴിയും. സുഭാഷ് എന്തോ പണിക്ക് പോയി കാണും. വല്യമ്മയുടെ മോള് ചിന്നുവിന് 15 വയസ്സ് ആയെങ്കിലും കുട്ടിത്തം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ചെറിയ കുട്ടി ഉടുപ്പുമിട്ട് അവളങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നു. അവളെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല വട്ട മുഖം, കാണാൻ നല്ല സുന്ദരി, ഒരു 20 വയസ്സിൻ്റെ മുഴുപ്പുമുണ്ട്. ചെന്ന അന്ന് അവൾ എന്നോട് വലിയ അടുപ്പം കാണിച്ചില്ല. എൻ്റെ മുഖത്ത് നോക്കാനൊക്കെ എന്തോ ഒരു മടി പോലെ. അമ്മയ്ക്കും വല്യമ്മയ്ക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. വന്നതിൻ്റെ ക്ഷീണം കാരണം ഞാനൊന്നു കിടന്നു. മുറിയുടെ ജനാലയുടെ സൈഡിലുള്ള കട്ടിലാണ് ഞാൻ കിടന്നത്. അവിടെ നല്ല കാറ്റുമുണ്ടായിരുന്നു. ഞാൻ നല്ലപോലെ ഒന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുനിന്ന് അമ്മയുടെയും വല്യമ്മയുടെയും സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ നോക്കുമ്പോൾ അമ്മയും വല്യമ്മയും ചിന്നുവുമുണ്ട്. അവർ ചക്ക വേവിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ ജനലിൻ്റെ കുറച്ച് അപ്പുറത്തിരുന്ന് വല്യമ്മ ചക്ക വെട്ടുന്നു. ഞാൻ നോക്കുമ്പോൾ വല്യമ്മ വെട്ടി പാത്രത്തിലിടുന്ന ചക്കകൾ ഓരോന്നായി എടുത്ത് ചിന്നു തിന്നുന്നുണ്ട്. ഞാൻ എണീറ്റ് കട്ടിലിൽ ഇരുന്നു. ജനലിൻ്റെ സൈഡ് വഴി പുറത്തേക്ക് നോക്കും. ചിന്നു പാത്രത്തിൽ നിന്ന് ചക്കയെടുക്കുന്നു. ഞാൻ കണ്ടു വലിയ മുഴുത്ത ചക്കകൾ. എൻ്റെ ഉറക്കമെല്ലാം പോയി. ഞാൻ ഒരെണ്ണം കളഞ്ഞു. കുറച്ചു കഴിഞ്ഞ് എണീറ്റ് അവരുടെ അടുത്തേക്ക് പോയി. അവർ ചക്കയെല്ലാം വെട്ടിക്കഴിഞ്ഞ് വേവിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് എടുക്കുകയായിരുന്നു. ഞാൻ ചെന്ന് അതിൽ നിന്ന് കുറച്ച് വാരി തിന്നു. അത് കണ്ട് ചിന്നു ചിരിച്ചു. ഞാൻ ചിന്നുവിനോട് ചോദിച്ചു, എന്താ എന്നെ വിളിക്കാതിരുന്നത്? പച്ചച്ചക്ക തിന്നാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ അമ്മയോട് ചോദിച്ചതാ, അമ്മേ ചേട്ടനെ വിളിക്കട്ടെ എന്ന്. അമ്മയാണ് പറഞ്ഞത് അവന് ക്ഷീണമുണ്ടാവും, ഉറങ്ങിക്കോട്ടെ എന്ന്. അതാണ് ഞാൻ വിളിക്കാതിരുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരമായി. ചക്കയെല്ലാം ഞങ്ങൾ വേവിച്ചു തിന്നു. പുതിയ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരുന്നു. എല്ലാവരും അവിടെയാണ് ഉറങ്ങാറ്. അടുക്കളയിൽ മാത്രം ഒന്നും ചെയ്യുന്നില്ല. പാചകമെല്ലാം പഴയ വീട്ടിൽ തന്നെ. വല്യച്ഛൻ വന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് പുതിയ വീട്ടിലേക്ക് കയറി താമസം. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനും ചിന്നുവും നല്ല കൂട്ടായി. ഞങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ പിറ്റേ ദിവസമായി. അവിടെ ഫോണിന് റേഞ്ചൊന്നുമില്ല. ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചിന്നു 2 ഷട്ടിൽ ബാറ്റുമായി വന്ന്, ചേട്ടാ നമുക്ക് ബാറ്റ് കളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചിന്നുവും ബാറ്റ് കളിക്കാൻ തുടങ്ങി. അന്ന് സുഭാഷും ഉണ്ടായിരുന്നു. അന്നവൻ പണിക്ക് പോയില്ല. ചിന്നു തുള്ളി ചാടുന്നു. എല്ലാം കിടന്ന് ഇളകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം, നീയും സുഭാഷും കളിക്കെന്ന് പറഞ്ഞ് ഞാൻ ബാറ്റ് സുഭാഷിൻ്റെ കയ്യിൽ കൊടുത്ത് ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ ചെന്ന് ഞാൻ പുറത്തേക്ക് നോക്കി. എനിക്ക് ചിന്നുവിനെ കാണായിരുന്നു. ഞാൻ എൻ്റെ ബാറ്റ് കയ്യിൽ പിടിച്ച് ഒരെണ്ണം വിട്ടു. അന്ന് വൈകുന്നേരം സുഭാഷ് പുറത്തേക്ക് പോയി. ചെറിയമ്മയും വല്യമ്മയും ഉള്ളിൽ എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ അടുത്ത് ചെന്ന് അവളുടെ പഠിത്തകാര്യമൊക്കെ സംസാരിച്ചു. അവളുടെ അടുത്ത് നിന്ന ഒരു റോസാപ്പൂവ് ഞാൻ കൈനീട്ടി പറിച്ചു. എൻ്റെ കൈ പൂവിലൂടെ മുട്ടിയുരുമിപ്പോയി. എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയി. അവൾ ചെടി നനച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ബാഗിൽ ഒരു കോലുമിഠായി ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ അവളോട് ചോദിച്ചു, ചിന്നു നിനക്ക് കോലുമിഠായി വേണോ? വേണം എന്ന് പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് വന്നു. ഞാൻ അതവൾക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഓരോ സിനിമാ കഥകളും കോമഡികളും ഒക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അന്ന് വൈകുന്നേരം സുഭാഷ് എന്നെ സിനിമ കാണാൻ പോകാൻ വിളിച്ചു. അവൻ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവിടേക്ക് നടന്ന് എത്താൻ തന്നെ നല്ല പാടാണ്. അവൻ പോയി. കുറേ സമയം കഴിഞ്ഞു. എല്ലാവരും നല്ല ഉറക്കമായി. ഞാൻ എണീറ്റ് അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ പോയി. ഡോറ് തുറന്ന സൗണ്ട് കേട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് ചിന്നു എണീറ്റ് വന്ന് ചോദിച്ചു, എന്തു പറ്റി? ഒന്നുമില്ല ചിന്നു, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോവുകയാണ്. ഞാൻ അടുക്കളയിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ അവളും വന്നു. അവൾക്കും കുറച്ച് വെള്ളം വേണം. ഞാൻ എൻ്റെ സ്പൂൺ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു.
പിന്നീട് ഗ്ലാസ്സിൽ സ്പൂണിട്ട് ഇളക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.